എല്ലാവർക്കും നമസ്കാരം. ദേവരയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭസ്ത്രിക പ്രാണായാമമാണ്. കപാലഭാതി, നാഡീശുദ്ധി, സൂര്യഭേദ, അങ്ങനെ ഒത്തിരി പ്രാണായാമങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും അത് ചെയ്ത് നോക്കുന്നുണ്ടാവും, അതിനുള്ള ഗുണം കിട്ടുന്നുണ്ടാവും എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇനി നമുക്ക് പുതിയൊരു പ്രാണായാമത്തെ പരിചയപ്പെടാം. ഭസ്ത്രിക പ്രാണായാമം കപാലഭാതി പോലെ തന്നെ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഭസ്ത്രിക. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ചില അസുഖങ്ങളുള്ളവർക്കൊന്നും ഭസ്ത്രിക ചെയ്യാൻ പാടില്ല. ഞാൻ വഴിയെ പറഞ്ഞു തരാം. എല്ലാവർക്കും ഭസ്ത്രിക ചെയ്യാൻ പാടില്ല. ഭസ്ത്രിക എന്ന് വെച്ചാൽ ഒരു കുഴലാണ്, ബെല്ലോസ്. അതായത് ഇപ്പൊ ഈ കമ്മാരന്മാരൊക്കെ ഇരുമ്പ് പണിക്കാരൊക്കെ തീ ഊതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കുഴലുണ്ട് അല്ലേ? അതുപോലെ അങ്ങനെ കുഴലിലൂടെ ഊതുന്ന ആ ഒരു കുഴലിനെയാണ് ഈ ബെല്ലോസ്, ഭസ്ത്രിക എന്നൊക്കെ പറയാം. അപ്പൊ എന്തായിരിക്കും അത് ഭസ്ത്രിക എന്നുള്ള പേര് വരാൻ? ഒരു കുഴലിലൂടെ എങ്ങനെയാണോ നമ്മൾ ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുകയും നന്നായി ഊതല്ലേ ചെയ്യുന്നത്. അപ്പൊ അത്ര തന്നെ ശ്വാസം നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കണം. ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഭസ്ത്രിക പ്രാണായാമത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഭസ്ത്രിക എന്ന് പേര് വരുന്നത്. ഭസ്ത്രിക പ്രാണായാമം മറ്റു പ്രാണായാമങ്ങളെ പോലെ തന്നെ സ്വസ്ഥമായ ഒരിടം നമ്മൾ കണ്ടെത്തുക. വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ എപ്പോഴും ഏത് പ്രാണായാമമായാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം ശരിയായ രീതിയിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും സ്വസ്ഥമായ ഒരിടം കണ്ടെത്തുക. പതിവ് പോലെ ഒഴിഞ്ഞ വയറായിരിക്കണം. സ്റ്റമക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവരുത്. നല്ല ഫ്രഷ് ആയിട്ട് കുളിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് മുഖവും കൈയും കാലൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. നിങ്ങളുടെ ശരീരവും മനസ്സും ശുദ്ധിയായിരിക്കട്ടെ. മനസ്സിനെയും ശരീരത്തെയും കൂടുതൽ ശുദ്ധീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പ്രാണായാമങ്ങളുടെയും ലക്ഷ്യം. അതുകൊണ്ട് അതിനൊരു തയ്യാറാവുമ്പോൾ തന്നെ നമ്മളൊരു ഫ്രഷ് ആയിട്ട് വരിക. ഒരു പുലർക്കാലം പോലെ നൈർമല്യമുള്ളതാവണം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സും ശരീരവും. അപ്പൊ ആ ഒരു ശുദ്ധിയോടുകൂടി നമ്മൾ വന്നിരുന്ന് പ്രാണായാമത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക. ശ്വാസമൊക്കെ ഒന്ന് നന്നായി വെറുതെ ശ്വാസം നന്നായി ഒന്ന് എടുത്ത് വിട്ട് കണ്ണുകളടച്ച് നമ്മൾ ആ പ്രകൃതിയെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നിവർന്നിരുന്നു. സാധാരണ പോലെ പത്മാസനത്തിലോ അല്ലെങ്കിൽ വജ്രാസനത്തിലോ ഇരിക്കുക. നട്ടെല്ല് നിവർത്തിയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. ഇനിയിപ്പോ താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പതിവ് പോലെ ഞാൻ മുമ്പേ പറയാറുണ്ട്, അതുപോലെ നിങ്ങൾ ചെയറിലിരുന്നോളൂ. എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുക അവിടെ ഇരിക്കുക. എവിടെയായാലും നട്ടെല്ല് നിവർത്തി നല്ല ചെസ്റ്റ് ഓപ്പൺ ആയി നിവർത്തി ഇരിക്കണം. ഓൾറെഡി ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ നമ്മളുടെ ചെസ്റ്റ് ഓപ്പൺ അല്ല, നമ്മൾ ഇരിപ്പ് ശരിയല്ല. സ്വാഭാവികമായും നമ്മൾ നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും. നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണല്ലോ പ്രാണായാമം ചെയ്യുമ്പോൾ. അപ്പൊ ഒരിക്കലും നമ്മുടെ ശ്വാസകോശം ഇടുങ്ങിയിരിക്കാൻ പാടില്ല, കൂടി ഇരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നിർബന്ധമായും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മൾ നട്ടെല്ല് നിവർത്തി ഇരിക്കണം എന്ന് തന്നെ നിർബന്ധമായും ഊന്നി പറയുന്നതിന്റെ കാരണം അതാണ്. ഇത് എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്, കാരണം അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ്. ഓക്കെ, കണ്ണടച്ച് നല്ല നിവർന്നിരിക്കുക. അതാണ് ആദ്യഘട്ടം. നമ്മൾ ഭസ്ത്രികയ്ക്ക് കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് ശക്തിയായി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുന്നതിനൊപ്പം നമ്മുടെ കൈകൾ കൂടി ചലിക്കുന്നുണ്ട്. കൈകൾ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. കണ്ടോ? ഇങ്ങനെയാണ് കൈകൾക്ക് പോകുന്നതിനൊപ്പമാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും കൈകൾ താഴേക്ക് വരുന്നതിനൊപ്പം ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശക്തിയായി ശ്വാസം പുറത്തേക്ക് വിടുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ കൈകൾ കൂടി ശക്തിയായി ചലിക്കുകയാണ്. അതാണ് ഭസ്ത്രിക പ്രാണായാമത്തിനുള്ള പ്രത്യേകത. ഒരു വട്ടം കൂടെ കൈകൾ ചുരുട്ടി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കൈകൾ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ചെസ്റ്റ് പൂർണ്ണമായും ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ശ്വാസം ഇതാണ് അതിന്റെ മൂന്നാമത്തെ ഘട്ടം. ഇനി ഈ കൈകൾ നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഭസ്ത്രിക ചെയ്യാം. എങ്ങനെയാണത്?
നിവർന്നിരുന്ന് ഇങ്ങനെ തന്നെ ഇതും ഒരേ പ്രക്രിയ തന്നെയാണ് ചെയ്യുന്നത്. കൈകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ മൂവ്മെന്റ്സ് ശക്തിയാവുന്നു. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും കുറച്ചുകൂടി ശക്തി ആർജിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കൈകൾ ഉയർത്താൻ പറ്റാത്തവരോ കൈകൾക്ക് ബുദ്ധിമുട്ടുള്ളവരോ ഷോൾഡർ പെയിൻ ഉള്ളവരൊക്കെ കൈകൾ ഉയർത്താതെ കൈകൾ താഴെ തന്നെ വെച്ച് നിങ്ങൾക്ക് ശക്തിയായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശക്തിയായ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ഭസ്ത്രികാ പ്രാണായാമത്തിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ 2 തരത്തിലും നമുക്ക് ഭസ്ത്രികാ പ്രാണായാമം ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല? ഗർഭിണികള്, ഹൃദയ സംബന്ധമായ അസുഖമുള്ളവര്, കൂടാതെ ഹൈ BP ഉള്ളവര്, ഈ 3 വിഭാഗത്തിലുള്ളവരും ഭസ്ത്രികാ പ്രാണായാമം ചെയ്യരുത്. സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാവും ഈ സമയത്ത് നമ്മുടെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കും, പമ്പിങ് സ്പീഡിലാവും. അതുമൂലം നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ എത്തുന്നു, മനസ്സും ശരീരവും കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു. ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ വേണ്ട അളവിലുണ്ടായാൽ തന്നെ നമ്മുടെ പകുതിയിലധികം അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവില്ല, മാറി നിൽക്കും. അതാണ് കൃത്യമായി പ്രാണായാമം ചെയ്യുന്ന, കൃത്യമായി യോഗ ചെയ്യുന്ന ഒരാളിൽ നിന്ന് ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ മാറി നിൽക്കുന്നതിന്റെ കാരണം ഇതിൽ മാജിക്കോ മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ല. അതിന് കാരണം ഇതാണ്, കൃത്യമായി നമ്മുടെ എല്ലാ ഓർഗൻസും പ്രവർത്തിക്കാൻ ആവശ്യമായ ഓക്സിജൻ എല്ലാ ഓർഗൻസിനും കിട്ടുന്നു എന്നുള്ളതാണ്. ഈ പോസിറ്റീവ് എനർജി നമ്മളോടൊപ്പം മുഴുവനായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ഭാരം അകറ്റാനാണ് ഭസ്ത്രിക. അത് കൃത്യമായി ഭസ്ത്രിക ചെയ്യുന്ന ഒരാൾക്ക് ഈ അമിതവണ്ണമൊക്കെ പോയി മെറ്റബോളിസം വർദ്ധിക്കാനുള്ള ഒരു പ്രാണായാമമാണ് ഭസ്ത്രികാ പ്രാണായാമം. കപാലഭാതി പോലെ, നാഡീശുദ്ധി പ്രാണായാമം പോലെ ഇതും നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾ പ്രാണായാമത്തെ ചേർത്ത് വെക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു, ജീവിതചര്യയോട് ചേർത്ത് വെക്കുന്നു, അത്രയും നിങ്ങൾക്ക് ഗുണമുണ്ടാവും. 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും പ്രാണായാമം, ഭസ്ത്രികാ പ്രാണായാമം ചെയ്തു നോക്കാട്ടോ. ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങളെ കുറിച്ചും അതിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം.